ഹലോ ഹായ് നമസ്കാരം. നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നമ്മൾ പേരെടുത്ത് പറഞ്ഞ് പുകഴ്ത്തേണ്ട അവർ വന്ന വഴിയും അവരുടെ അച്ചീവ്മെൻറ്റ്സും അവർ മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള സംഭാവനകളും എടുത്തു പറഞ്ഞ് പുകഴ്ത്തേണ്ട ആവശ്യമുള്ള അഭിനേതാക്കളുണ്ട്. ചിലർ തുടക്കക്കാരുണ്ട്. അങ്ങനെ ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത സേവനത്തിന് നന്ദി, ഇനിയും തുടരുക എന്ന് പറയുന്ന പോലെ ഉള്ളു തുറന്ന് അഭിനന്ദിച്ചുകൊണ്ടുള്ള വീഡിയോസ്. അങ്ങനൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോയ്ക്ക് ഇതിലും പറ്റിയ ഒരാളുണ്ടോ എന്ന സംശയമാണ്. മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് പൃഥ്വിരാജ് സുകുമാരൻ ആരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അയാൾ രാജുവേട്ടനാണ്. പരസ്പര ബഹുമാനത്തോടെ അയാളെ പൃഥ്വിരാജ് എന്നും പൃഥ്വിരാജ് സുകുമാരൻ എന്നും വിളിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പുച്ഛിക്കാനും അവഹേളിക്കാനും വേണ്ടി വേറെ പല പേരുകളും വിളിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഒരു അഭ്യർത്ഥന, ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ട്രിഗറിംഗ് ആയി അനുഭവപ്പെട്ടു എന്ന് വരും. നിങ്ങളുടെ വികാരങ്ങളെ ഹനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വെച്ചിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. പൃഥ്വിരാജ് സുകുമാരൻ ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, നമുക്ക് കാഷ്വലി സംസാരിച്ചാൽ പോരെ, ഒരുപാട് ഫോമലായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നില്ല. പൃഥ്വിരാജ് സുകുമാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നന്ദനം എന്ന സിനിമ റിലീസാകുമ്പോഴാണ്. ആക്ച്വലി നന്ദനം റിലീസാകുമ്പോൾ നമുക്കത് നവ്യ നായരുടെ സിനിമയായിരുന്നു. അതിനകത്ത് സുകുമാരൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്നാണ് പേര് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ളൊരു ചേട്ടൻ എന്നുള്ളതാണ് നമുക്ക് ആദ്യം തോന്നിയിട്ടുള്ളൊരു ഇംപ്രഷൻ. അതിനുശേഷം ഒരു പ്രാവശ്യം ഞങ്ങൾ ഫാമിലിയായിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ, ഞാനൊക്കെ ഒന്ന് സ്കൂളിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്നു പൃഥ്വിരാജും മല്ലിക സുകുമാരനും ഒക്കെ. ചേട്ടൻ കൊള്ളാലോ. അന്ന് നമുക്ക് വളരെ ഒരു അട്രാക്ഷൻ തോന്നുന്ന അങ്ങനെ നിൽക്കുകയാണ്. അനന്തഭദ്രമായിരുന്നോ എന്നറിയില്ല, ഏതോ ഒരു സിനിമയുടെ ഒരു സമയവും കൂടിയായിരുന്നു. പക്ഷേ അന്ന് പുള്ളി മറ്റേ ഈ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ കമ്പി അഴിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ തൊഴുതു ഇങ്ങനെ പോകുന്നു. പണ്ടും സിനിമാക്കാരെ കാണുമ്പോൾ അടുത്ത് ചെല്ലുക, ഫോട്ടോ എടുക്കുക, ഓട്ടോഗ്രാഫ് വാങ്ങിക്കുക എന്ന് പറയുന്ന പോലത്തെ ശീലങ്ങൾ അങ്ങനെ ഇല്ല. പിന്നെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ലെവലിൽ നിൽക്കുന്ന ആളും കൂടി ആയതുകൊണ്ടായിരിക്കും. സത്യം കൃത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സിനിമകളിലൊക്കെ അദ്ദേഹം ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന, പുള്ളിയുടെ ആ സമയത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷൗട്ട് ചെയ്യുകയാണ്. അതുപോലെ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്നൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഇയാളെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അന്ന് വരെയുള്ള നമ്മുടെ ഒരു നായക സങ്കല്പങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ, മലയാളത്തിൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഫിറ്റിനാവോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാലേട്ടനോടും മമ്മൂക്കയോടും ഒക്കെ തോന്നുന്ന പോലത്തെ ആ ഒരു സാധനം അതുവരെ തോന്നി തുടങ്ങിയിട്ടില്ല. അതേസമയം പുള്ളിക്കൊരു ഒരു ബോളിവുഡ് ലുക്കുണ്ട്. ആ സമയത്ത് ശരീര സൗന്ദര്യം വളരെയധികം ശ്രദ്ധിക്കുന്ന അഭിനേതാക്കൾ എന്നുള്ള രീതിയിൽ ഇതുപോലെ കുറച്ച് യുവതാരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമയമാണ്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ആ ഒരു ലെവലിൽ ഭയങ്കര അപ്രിസിയേഷൻ നേടുന്ന, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് പൃഥ്വിരാജ് സുകുമാരനാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ആണെങ്കിലും പിന്നെ ബുദ്ധിശക്തിയുടെയൊക്കെ ആണെങ്കിലും എനിക്കതിൽ ഭയങ്കര നമുക്കിങ്ങനെ ഒരു അടുപ്പം തോന്നുമെന്ന് പറയില്ലേ, അങ്ങനെ തോന്നാൻ ഇടയാക്കിയ മറ്റൊരു സംഭവം, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൈനിക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി. അതിനുവേണ്ടി കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സൈനിക് സ്കൂളിൽ ഓൾറെഡി പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു ചേട്ടനാണ് എനിക്ക് ട്യൂഷൻ എടുത്ത് തന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഈ റേഞ്ചിലൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പുള്ളി അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ 10ാം ക്ലാസ് വരെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഞാൻ എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതിയെങ്കിലും പിന്നീട് കയ്യൊടിയലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ യാതൊരു ഫോളോ അപ്പ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ആ ഒരു ബുക്ക്ലെറ്റൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അവിടെ എന്ത് തരം ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, ഏത് റേഞ്ചിലാണ്, ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലിജൻ്റ്ലി ആണെങ്കിലും ഈ സ്റ്റുഡൻസ് എങ്ങനെയാണ് അവിടെ വാർത്തെടുക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലും എനിക്ക് പൃഥ്വിരാജ് സുകുമാരനോട് ഭയങ്കര ബഹുമാനമായിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു സമയത്ത് ഒരു അഭിനയ പ്രതിഭ എന്നുള്ള രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അയാളിലേക്ക് വരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് തലപ്പാവ് എന്ന് പറയുന്ന സിനിമ കാണുന്നത്, അത് കണ്ടതോടുകൂടി എനിക്ക് പൃഥ്വിരാജിനെ കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ഇമേജിൽ ഒരു ഭീകര വ്യത്യാസം ഉണ്ടായി. അയാളിൽ ഒരു അഭിനയ പ്രതിഭയെ കാണുന്ന പോലെ. ഒരു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പൃഥ്വിരാജ് പിന്നെയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷേ അന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ കാണുമ്പോൾ അയ്യോ ഏജാതി ഡയലോഗ് ഡെലിവറിയാണ് മാൻ. അതിനുശേഷമാണ് വാസ്തവമൊക്കെ കാണുന്നത്. അങ്ങനെ ഇയാളെക്കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഇൻ്റർവ്യൂസ് വൈറലാവുന്നു. അദ്ദേഹം വിവാഹം കഴിക്കുന്നു, അതിനുശേഷമുള്ള ഇൻ്റർവ്യൂ, ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ഓരോ കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പൃഥ്വിരാജിന് ജാടയാണ്, അഹങ്കാരമാണ്, പിന്നെ രാജപ്പൻ എന്നുള്ള വിളിപ്പേര് വരുന്നു. പക്ഷേ എനിക്കൊരു ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും അങ്ങനൊരു വിളിപ്പേര് കൊടുക്കാനുള്ള അല്ലെങ്കിൽ പുച്ഛിക്കാനും മാറ്റി നിർത്താനുള്ള എന്തെങ്കിലും കാര്യം പുള്ളി പറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും അങ്ങനെ കുറച്ച് സിനിമകളുമായി ഉറുമി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഈ പറയുന്നതൊക്കെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹം
സംവിധാനം ചെയ്യുന്നത് കണ്ടു, സിനിമയിൽ പാട്ടുകളൊക്കെ പാടി പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നു. പിന്നീട് മലയാള സിനിമയുടെ ഒരു ഐക്കൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ അയാൾ മലയാള സിനിമയെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ സമയങ്ങളിലുടനീളം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അദ്ദേഹം മറ്റ് ഇടങ്ങളിൽ പറയുന്ന പ്രൊമോഷൻസിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇലുമിനാറ്റി പൃഥ്വിരാജ് എന്നൊക്കെയുള്ള വിളിപ്പേരുകളും വന്നു. പക്ഷേ ഞാൻ കണ്ടത് മുഴുവൻ ഒരുപാട് പ്രതീക്ഷകൾ, അല്ലെങ്കിൽ സ്വന്തം ലൈഫിനെ കുറിച്ച്, കരിയറിനെ കുറിച്ച് കൃത്യമായ പ്ലാനിങ്ങുകളുള്ള, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കിടയിൽ പൃഥ്വിരാജ് സുകുമാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്കതിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവരങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട, നമ്മൾ ആണുങ്ങളിരുന്ന് ചർച്ച ചെയ്യുന്നിടത്ത് വലിയ ഡയലോഗുകളൊന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ മാക്സിമം ക്യൂട്ട്നെസ്, ബുദ്ധിയില്ലായ്മ ഏത് റേഞ്ചിൽ വേണമെങ്കിലും കാണിക്കാം. ഈ ജെനീലിയ ഡിസൂസ ചെയ്തിട്ടുള്ള തല രണ്ടും കൂട്ടിമുട്ടിയാൽ കൊമ്പ് മുളയ്ക്കും എന്ന് പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു നടനോട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ നീളമുള്ള മുടി ഉണ്ടാവണം, ഉണ്ട കണ്ണുകളായിരിക്കണം എന്നൊക്കെ മാത്രം സങ്കല്പങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് പൃഥ്വിരാജിനോട് എങ്ങനെ ഒരു പെൺകുട്ടിയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പത്രം വായിക്കുന്ന, കറൻറ്റ് അഫെയർസിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്ന, ഇൻ്റലക്ച്വലി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളോട് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കല്യാണം മാത്രമല്ല ഈവൻ സൗഹൃദമാണെങ്കിൽ പോലും അങ്ങനെ ആ ഒരു ലെവലിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു അപ്രിസിയേഷൻ ആയിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെൺകുട്ടി ആയാൽ ഇന്ന ഘടകങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും പറയണ്ട, വലിയ കാര്യങ്ങളിൽ തലയിടണ്ട, അങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് മണ്ടത്തരമൊക്കെ കാണിച്ച് നടക്കുന്ന പെൺകുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും കുറച്ച് ബുദ്ധിപരമായി സംസാരിക്കുന്ന, സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്ന, കറണ്ട് അഫെയർസിനെ കുറിച്ച് ബോധവതിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ജാട, അഹങ്കാരി, അതും അല്ലെങ്കിൽ പഠിപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി വെച്ചിരുന്നിടത്തുനിന്ന് ആ പെൺകുട്ടികളും അവരും അങ്ങനെ സംസാരിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നാളെയുടെ പെൺകുട്ടി മാറേണ്ടത് എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ഒരു അപ്രിസിയേഷൻ അതുവരെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പുച്ഛിച്ച് കുറ്റപ്പെടുത്തി ഒതുക്കിക്കൊണ്ടിരിക്കുക. നായകന്മാർക്ക് അങ്ങനത്തെ നായികമാരെ വേണ്ട. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിലാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അത് പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഈവൻ ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പെൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിലുണ്ടായിരുന്ന, ഞാൻ പറയുന്നത് പൃഥ്വിരാജ് അത് പറയുമ്പോൾ എൻ്റെ പ്രായവും കൂടി പരിഗണിക്കണം, ഞാൻ വളരെ ചെറുതാണ്, ആ ഒരു സമയത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഇയാൾ എന്തൊരു മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ മുഴുവൻ പുള്ളി ഞാൻ എന്ന് പറയുന്നൊരു പ്രയോഗം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കുറച്ച് ആൾക്കാർ, സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്, ഞാനും ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ ഭയങ്കര അഹങ്കാരിയാണ്, എപ്പോഴും ഭയങ്കര സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അതാണ്, ഞാൻ ഫുള്ള് ഞാൻ എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരാൾ അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്നല്ലാതെ ബാക്കിയുള്ള നാട്ടുകാരെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ? മാത്രമല്ല പൃഥ്വിരാജ് കൂടുതലും സംസാരിക്കുന്നത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സുകുമാരൻ്റെ മകനാണ്, അല്ലെങ്കിൽ സുകുമാരനാൽ റേസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് അവർ എന്ന് മല്ലിക സുകുമാരൻ തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന, ഒരുപാട് വായന വളരെ ചെറിയ പ്രായം മുതലേ ഉണ്ടായിട്ടുള്ള, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം, നമ്മൾ ആരുടെയും മുമ്പിൽ അനാവശ്യമായി ഓച്ചാനിച്ച് നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡ് ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ള, ആരെയും പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവതാരകനെ കാണുമ്പോൾ തന്നെ അയ്യോ നമസ്കാരം ഉണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫേക്ക് വിനയം ഇടേണ്ട ആവശ്യമില്ല. മാത്രമല്ല അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അയാൾ പറയുമ്പോൾ ഞാൻ എന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റൂ. പക്ഷേ അയാൾക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. ഇത് പല ആളുകളെയും ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇവൻ എന്തൊരു അഹങ്കാരിയാണ്. അതിനോട് ചേർത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം സുപ്രിയ മേനോൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആരോ സജസ്റ്റ് ചെയ്തു പൃഥ്വിരാജിൻ്റെ പേരെന്ന്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരു നടൻ പൃഥ്വിരാജാണോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ പൃഥ്വിരാജ് മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാളത്തിന് വേണ്ടി മറ്റ് ഭാഷകളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത്, മലയാളത്തെ അങ്ങനെ സംസാരിക്കാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജ് സുകുമാരനാണ്. നമ്മൾ ഇന്ന് കാണുന്ന മലയാള സിനിമയുടെ ഒരു വലിയ മാർക്കറ്റ് അത് ഓപ്പൺ ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. അവിടെയുള്ള സിനിമകൾ ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സിനിമകൾ നിങ്ങളും പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിനെ ഒരു സൗഹൃദത്തിൻ്റെ ബേസിലേക്ക് മാറ്റിയെടുത്ത് ആ ഒരു ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ പോലെ അതിനെ ഏറ്റവും ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന ഒരു മാതൃക നമുക്കും ബാക്കിയുള്ളവർക്കും കാണിച്ചു കൊടുത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജിന് മുമ്പും ശേഷവുമൊക്കെ ഇതര ഭാഷയിലുള്ള അഭിനേതാക്കളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സുമായി സൗഹൃദമുണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അതിനെ മലയാള സിനിമയ്ക്ക് അതിൻ്റെ പ്രൊമോഷന്
അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ, അത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂസിൽ പല ആളുകളും ട്രോളായിട്ട് പറയുന്ന കാര്യമാണ്, പൃഥ്വിരാജിന് എല്ലാ സിനിമകളുടെയും കഥ അറിയാം. രക്ഷി ഷെട്ടിയുടെ പടം വരികയാണെങ്കിൽ അതിൻ്റെ കഥ അറിയാം, ഋഷഭ് ഷെട്ടിയുടെ പടം വരികയാണെങ്കിൽ അതറിയാം, പ്രഭാസിൻ്റെ സിനിമയുടെ കഥ അറിയാം, SS രാജമൗലിയുടെ സിനിമയുടെ കഥ അറിയാം, രൺവീറിൻ്റെ വീട്ടിൽ പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ സൂര്യയുടെ വീട്ടിൽ സൂര്യൻ ജ്യോതികയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇദ്ദേഹം പറയുന്ന സമയത്ത് അതിനെ ഭയങ്കര ജാടയായിട്ട് ഇതൊക്കെ എന്തിനാണോ നമ്മളോട് പറയുന്നത് എന്ന് പറയുന്ന പോലെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഉപയോഗിച്ച ആളുകൾക്ക്, ട്രോളടിച്ചിറക്കുന്ന ആളുകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഇവിടെ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ സൗഹൃദങ്ങൾ വളരും. ആ സൗഹൃദത്തിൻ്റെ റേഞ്ച് വളരും. റേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കാശുകാരുമായി സൗഹൃദം ഉണ്ടാവുമെന്നല്ല. നിങ്ങൾ നിൽക്കുന്ന ഒരു സ്പേസിൽ പല റേഞ്ചിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഒരു സൗഹൃദത്തിൽ ഏർപ്പെടും. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നിങ്ങൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ആ സൗഹൃദങ്ങൾ വളരെ സ്ട്രോങ് ആയേക്കാം. കുറേ കൂടി വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ളതാവാം, ചിലപ്പോൾ അത് ബിസിനസ് ഓറിയൻറ്റഡ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ബന്ധങ്ങളെ കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ നമ്മളെ കൂടെ നിർത്തുന്നത് ഉപകാരമാണ് എന്ന് അവർക്ക് കൂടി തോന്നുമ്പോൾ, ഇതെല്ലാം ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ കൂടി ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ അയാളുടെ സൗഹൃദ കൂട്ടായ്മയിൽ അയാൾക്ക് രാജമൗലിയെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ കൂടുതൽ പറയാനുണ്ടാവുക. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ രാജമൗലിയുടെ സെറ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരനുണ്ട് ജോസഫ് ഞാനും കൂടി പലചരക്കടയിൽ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനും അഭിഷേക് ബച്ചനും കൂടി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവർ അവിടെ നിന്നായിരിക്കും വരുന്നത്. പിന്നെ കഥകൾ അറിയുന്നത് പല താരങ്ങളും ടെക്നീഷ്യൻസും ഒക്കെ അവരുടെ സിനിമകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിനോട് അത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളിൽ ഒന്ന് അദ്ദേഹം ചെയ്തതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ഒരാളാണ്. ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആ സിനിമ കണ്ട് വിലയിരുത്തി അത് നമുക്ക് നമ്മുടെ നാട്ടിൽ കൃത്യമായി ഇങ്ങനെ മാർക്കറ്റ് ചെയ്താൽ അത് വിജയകരമാകും എന്ന് ഉറപ്പുണ്ടായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണല്ലോ. അത് എൻ്റെ കാശുണ്ട് അതുകൊണ്ട് ഞാൻ KGFൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കാം എന്നല്ല. KGFനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ KGF എന്താണെന്ന് വിലയിരുത്താൻ എനിക്ക് പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അങ്ങനെ സിനിമയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആളുകൾ കഥകൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മളോട് ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ചില താരങ്ങൾക്ക് ഇതൊന്നും എന്തുകൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അയാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അയാളെ ട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല, അയാൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. പൃഥ്വിരാജ് സുകുമാരൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ട് മലയാള സിനിമയ്ക്കാണ് അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത്. പിന്നെയും പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങുന്ന മറ്റൊരു കാര്യം, മറ്റ് പല സിനിമകളും ചിലപ്പോൾ അതിൻ്റെ കഥ കേട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ആ സിനിമയുടെ പ്രിവ്യൂ 1-2 റീലുകൾ കണ്ടതിന് ശേഷം, റീൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീലല്ല, സിനിമ അവർ റീൽസ് ആയിട്ടാണ് ഇത്ര റീൽ ഒരു പടം എന്നുള്ള രീതിയിൽ. അപ്പം പല റീലുകളൊക്കെ കണ്ടപ്പോൾ എനിക്കിതൊരു ഗംഭീര സിനിമയാണ്, ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ് എന്നൊക്കെ പൃഥ്വിരാജ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള പല സിനിമകളും തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടുകയും പ്രേക്ഷകരൊക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലാണ്. ഒന്ന് കഥ കേൾക്കുന്നു എന്നുള്ളതുണ്ട്, കഥ ചിലപ്പോൾ ഗംഭീര കഥയായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ VFXും എല്ലാം കൂടി കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ വർക്കാവാതെ പോയേക്കാം. മറ്റൊന്ന് ഈ കഥ കേൾക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ അദ്ദേഹം കണ്ടിട്ടുള്ള പാർട്സൊക്കെ വെച്ച് വിലയിരുത്തുന്നതാണെങ്കിലും ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചേക്കാം. അത് അയാൾ പഠിച്ച് തിരുത്തി മുന്നോട്ട് വരുമെന്നാണ് അയാളുടെ ഇതുവരെയുള്ള കരിയർ നമ്മളോട് പറയുന്നത്. പൃഥ്വിരാജിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും കൂടി വെച്ചുകൊണ്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 18ാമത്തെ വയസ്സിലാണ് അയാൾ മലയാള സിനിമയുടെ ഭാഗമാവുന്നത്. ആദ്യമായിട്ട് അഭിനയിച്ചത് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന സിനിമയിലാണ്. പക്ഷേ റിലീസായ ആദ്യത്തെ സിനിമ നന്ദനമായിരുന്നു. പക്ഷെ അതുമാത്രം മതിയായിരുന്നു മലയാളികളുടെ മുമ്പിൽ ആ അഭിനേതാവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. എല്ലാവരും അദ്ദേഹത്തെ അറിഞ്ഞു. അതിനുശേഷം വന്ന സിനിമകളിൽ അദ്ദേഹം പതിയെ ആരാധകരെ സൃഷ്ടിച്ചു. അതുപോലെ ഇൻ്റർവ്യൂകളിലൂടെ തൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയിച്ചു. പിന്നീട് ഇങ്ങോട്ട് വിവിധ ഭാഷകളിലായി നിരവധി സിനിമകളുടെ ഭാഗമാവുകയും മലയാള സിനിമയുടെ അടക്കം സിനിമകളുടെ പല മേഖലകളിൽ അദ്ദേഹം വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ ആദ്യം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പൊതുസമൂഹം വിശ്വസിക്കുന്ന ശരിയായ പെരുമാറ്റ രീതികളിൽ പെടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ അതുവരെയുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അഭിനേതാക്കൾ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ ഭയങ്കര ബഹുമാനവും ഭയങ്കര വിനയവും ഒക്കെയാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന വിനയ പരിപാടികൾ മാത്രമേ നമ്മൾ അഭിനേതാക്കളുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷേ പൃഥ്വിരാജ് വിനയം വാരിയിടുക അല്ല ചെയ്തത്. അയാളുടെ നിലപാടുകൾ, ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമാണെങ്കിൽ അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ മാത്രം മുന്നോട്ട് പോവുകയായിരുന്നു. അയാൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന സമയത്ത് അയാളുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഈ പറയുന്ന ഞാൻ നിങ്ങൾക്ക് അധീനപ്പെട്ടിട്ടുള്ള ഒരാളാണ്, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന ബോഡി ലാംഗ്വേജിൽ നിന്ന് മാറിയിട്ട് ഞാൻ
ഇവിടം വരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ടാണ്, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അയാളുടെ പേഴ്സണാലിറ്റിയിൽ അയാൾക്കുള്ള ആത്മവിശ്വാസം പ്രകടമായിരുന്നു. അതിൽ ഞാൻ വിചാരിക്കുന്നത് സൈനിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ, സുകുമാരൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൃഥ്വിരാജിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അദ്ദേഹത്തിലെ ഒരു അന്തർമുഖത്വം അത് പല ആളുകളും അഹങ്കാരമായി വിചാരിച്ചിട്ടുണ്ട്. അയാളുടെ ചങ്കൂറ്റത്തിന് സഹിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. അവരൊക്കെയും ചേർന്ന് പിന്നെയും ഇത്തരം കഥകൾ മെനയുകയായിരുന്നു. ആൻഡ് പൃഥ്വിരാജിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ്. നേരെ ചൊവ്വ എന്ന് പറയുന്ന പരിപാടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ആളുകളിങ്ങനെ ചർച്ചയ്ക്ക് വെക്കാറുണ്ട്. നമുക്കതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള എക്സാക്ട് സെൻറ്റൻസിലേക്ക് പോകാം. നമുക്ക് മഹാരഥന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ അഭാവത്തിൽ മലയാള സിനിമ അന്യാധീനപ്പെട്ടു പോകരുത്. വളരെ ചിലർക്ക് മാത്രമേ മാർക്കറ്റിൽ സ്വന്തം പേരിൽ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് പുതിയ ടാലൻസ് വരണം. ലാലേട്ടനും മമ്മൂക്കയും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ടാലൻറ്റിനെ അവർ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ നമ്മുടെ ആസ്വാദന നിലവാരം താഴെ പോകും. ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ പ്രായത്തിനനുസരിച്ച് പ്രായമായ വേഷങ്ങൾ ചെയ്യണം, ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാൻ ഇവൻ ആരാ എന്നുള്ള ചോദ്യമാണ് അന്ന് ഈ ഇൻ്റർവ്യൂവിന് ശേഷം ആളുകൾ പൃഥ്വിരാജിന് നേരെ നടത്തിയ വിമർശനം. പക്ഷേ 2026 നിന്നുകൊണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ പ്രായത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ അവരുടെ ഇത്രയും സീനിയോറിറ്റി അനുസരിച്ച് അവർ ചെയ്യേണ്ടുന്ന ചില വേഷങ്ങൾ അല്ലെങ്കിൽ മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തു തുടങ്ങി. മമ്മൂക്ക ചെയ്ത കൊമേഴ്ഷ്യലി വളരെ ഹിറ്റായി മാറിയ ഭീഷ്മപർവം, അത് മമ്മൂക്കയല്ലാതെ മറ്റാർക്കാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുക? ഭ്രമയുഗത്തിൽ നമ്മൾ കണ്ട മമ്മൂക്ക, അതൊക്കെയും ആ പ്രായത്തിന് പ്രായമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവരൊക്കെയും അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ പ്രായമായ വേഷങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ 29-ലോ 30-ലോ നിൽക്കുമ്പോൾ അവർ 40-കളിലെയും 50-കളിലെയും കഥാപാത്രങ്ങളെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോകെ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ലാലേട്ടൻ ഈ കോളേജ് കുമാരൻ പോലെയുള്ള സിനിമകൾ ചെയ്യുന്ന ആ ഒരു പ്രായത്തിൽ എവിടെയോ സ്റ്റക്കായിപ്പോയി. അതായത് അവിടുന്ന് അങ്ങോട്ടേക്ക് അദ്ദേഹം അങ്ങനത്തെ വേഷങ്ങളെ ചെയ്യുന്നുള്ളൂ, ആ പ്രായത്തിലുള്ള വേഷങ്ങളെ ചെയ്യുന്നുള്ളൂ. മമ്മൂക്കയും അവിടെ സ്റ്റക്കായിപ്പോയി. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും അങ്ങനത്തെ സിനിമകൾ, ഒരേ പാറ്റേണിൽ വരുന്ന സിനിമകൾ ഇത് മാത്രമായി ഒതുങ്ങിക്കൂടുകയും സിനിമകളെ നിലയെ പൊട്ടുകയും ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒന്നാമൻ പോലെയൊക്കെയുള്ള സിനിമകളൊക്കെ സംഭവിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ചട്ടക്കൂടിനകത്ത് കിടന്ന് വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സിനിമ വലിയൊരു കച്ചവടം നടക്കുക. ആ സമയത്ത് സാറ്റലൈറ്റ്, ഓവർസീസൊക്കെയാണ് പ്രധാന വരുമാനം. TV ചാനലുകൾക്ക് ആ സിനിമ വിൽക്കുക, അതുപോലെ ഇന്ത്യക്ക് പുറത്തേക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക, മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് അവകാശം കൊടുക്കുക, ഇതൊക്കെയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. അത് കിട്ടുന്നത് ഈ മെയിൻ താരങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ മലയാള സിനിമ ഇവർ രണ്ടുപേരും സിനിമ ചെയ്യാതിരിക്കുന്നൊരു സമയത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇത് സെല്ല് ചെയ്യപ്പെടാതായിപ്പോൾ ആകെ ഇവർ രണ്ടുപേരെ മാത്രം വെച്ചാണ് കച്ചവടം നടക്കുന്നത്. മാത്രമല്ല അവരും അവരെ ലിമിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്ന് ഈ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സിൽ സ്റ്റക്കായി ആ താരം എന്ന് പറയുന്ന ആ പൊലിമയിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്കും അവർ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയട്ടെ. പൃഥ്വിരാജ് ഇത് പറഞ്ഞ പൃഥ്വിരാജിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉടയോ എന്ന് പറയുന്ന സിനിമ വന്നത്. സിനിമ കൊമേഴ്ഷ്യലി അത്ര വലിയ വിജയമായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഒരുവിധം എല്ലാ ആൾക്കാരും സംസാരിച്ചത് അതിലെ പ്രായമായ ലാലേട്ടൻ്റെ വേഷമാണ്. പ്രായമായ ആളുമുണ്ട്, മറ്റേ ചെറുപ്പക്കാരനായിട്ടുള്ള മോഹൻലാലും ഉണ്ട്. പക്ഷേ എല്ലാവരും സംസാരിച്ചത് പ്രായമായ അത് ലാലേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന റേഞ്ച്, അയാളിലെ അഭിനേതാവിനെ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വേഷമായിരുന്നു അത്. മമ്മൂക്കയും ആ പ്രായത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെയും ഇവരുടെ മുമ്പിൽ നിങ്ങൾ ചലഞ്ച് ഇട്ട് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ വേഷങ്ങൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകരും റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്കും അവരെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ, അവരുടെ ഉള്ളിലെ ആർട്ടിസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ അവസരം കിട്ടില്ല. ഇതല്ലേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളൂ. ഇവർ അഭിനയം നിർത്തി വീട്ടിലിരിക്കണമെന്നോ പ്രായമായ വേഷങ്ങൾ ചെയ്തു തുടങ്ങണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് അഭിനയിക്കാനോ എന്നൊന്നും അല്ല പറഞ്ഞത്. ആൻഡ് ഈ രണ്ട് താരങ്ങളിൽ, ഈ രണ്ട് പില്ലറിൽ മാത്രമായി മലയാള സിനിമ നിൽക്കുമ്പോൾ ഈ പില്ലർ എപ്പോൾ മാറുന്നു, അല്ലെങ്കിൽ ഈ പില്ലേഴ്സിന് വിജയ ചിത്രങ്ങൾ ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ മലയാള സിനിമാ വ്യവസായം തന്നെ തകരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ മറ്റ് താരങ്ങളുണ്ടാവണം. ഈ പില്ലേഴ്സ് ഒന്ന് ഇളകിയാലും മറ്റ് താരങ്ങളൊക്കെ ചേർന്ന് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവർ ഭാഗമാവുന്ന സിനിമകൾ വിജയമാവുമ്പോൾ ആസ് എ വ്യവസായം ഇവിടെ ഒരു വർഷം ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് സിനിമയിൽ. അതിൽ ഇത്ര കോടിയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ മറ്റ് താരങ്ങളും കൂടി
വളർന്നു വരേണ്ടതുണ്ട്. അന്ന് പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും കൂടി അയാളെ കുരിശ് കയറ്റി. ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ എന്താണ്? ലാലേട്ടനും മമ്മൂക്കയും അവരുടെ പ്രായത്തിനനുസരിച്ചും അല്ലാതെയുള്ള അവരെ ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. കൂടുതൽ താരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ആ താരങ്ങൾ മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്നു എന്നുള്ള അവസ്ഥയിലേക്ക്. എന്ന് വെച്ചാൽ വലിയ താരങ്ങളുടെ ഹിറ്റ് സിനിമകൾ ഉണ്ടായില്ലെങ്കിലും മലയാള സിനിമയെ ഒരു തീരാ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്നത് കുട്ടി താരങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ ഹിറ്റുകളാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ആസ്വാദന നിലവാരം ഉയർന്നു. ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം OTTയിലും മറ്റുമായിട്ട് വിവിധ ഭാഷകളിലുള്ള സിനിമകൾ പ്രേക്ഷകർ കാണാൻ തുടങ്ങി, സിനിമാ പ്രവർത്തകരും കാണാൻ തുടങ്ങി, നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ തുടങ്ങി. പുതിയ താരങ്ങളെ വെച്ചുകൊണ്ട് പരീക്ഷിച്ചും അല്ലാതെയും ഒക്കെ സിനിമകൾ കൊമേഴ്ഷ്യൽ പാക്കേജിലും പരീക്ഷണ സിനിമകളും ഒക്കെ വന്നു. നമ്മുടെ ആസ്വാദന നിലവാരം ഉയർന്നതുകൊണ്ട് ഹിറ്റാക്കി മാറ്റിയിട്ടുള്ള സിനിമകളുണ്ട്. ഇത് സിനിമാക്കാർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കുകയും അവർ കൂടുതൽ മികച്ച സിനിമകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ മാറ്റമല്ലേ 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞത്. സൂപ്പർ സ്റ്റാർഡത്തിൻ്റെ കാലം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി കഴിയണം. ഒരു താരത്തിൻ്റെ പേരിൽ മാത്രം സിനിമ വിറ്റ് പോകരുത്. കണ്ടൻ്റ് ആയിരിക്കണം ബേസ്. 15-20 കൊല്ലം മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞാണ്. ഇന്ന് മലയാള സിനിമ സെല്ലാവുന്നത് അങ്ങനെയാണ്. ഇവിടെ കണ്ടൻ്റ് ആണുള്ളത്. മമ്മൂക്ക എന്താണ് പറഞ്ഞത്? മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരരുത്. നിങ്ങളൊരു സിനിമ മനസ്സിൽ കാണൂ, കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യൂ, അതിലേത് വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. തരുൺ മൂർത്തിയുടെ അടുത്ത് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞത്, നിങ്ങൾ ലാലേട്ടന് വേണ്ടി സിനിമ ഒതുക്കല്ലേ, നിങ്ങൾ നിങ്ങളുടെ സിനിമ ചെയ്യൂ, ലാലേട്ടൻ അതിലേക്ക് വന്നോളും. ഇതല്ലേ പൃഥ്വിരാജും പറഞ്ഞുള്ളൂ. കണ്ടൻ്റാണ് ഇവിടുത്തെ കിങ്. അതായിരിക്കണം ഒരു സിനിമയുടെ ബേസ്. പ്രേമലൂല് ആ സമയത്തെ ഏറ്റവും വലിയ എത്ര താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ എത്ര സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു? അവരൊക്കെയും പിന്നീട് താരങ്ങളാവുകയാണ് ചെയ്തത്. ഇവിടെ ഒരു നല്ല സിനിമ മഞ്ഞുമൽ ബോയ്സ് OTT ഒരു വലിയ തുകയ്ക്ക് എടുക്കുമ്പോൾ അതിൽ എത്ര സൂപ്പർ താരങ്ങളുണ്ട്? സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്ന ആ പ്രസക്തി അതിൻ്റെ കാലം കഴിഞ്ഞു. നമ്മൾ ഇന്നും താരങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അവർ ചെയ്തു വെച്ച നല്ല സിനിമകൾ കൊണ്ടാണ്. അല്ലാതെ മമ്മൂക്ക വന്ന് വെറുതെ 2 മണിക്കൂർ നിന്നു, ലാലേട്ടൻ നിന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു താരം 2.5 മണിക്കൂർ സ്ക്രീനിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിനിമയോടെ വിജയിപ്പിക്കില്ല. നമുക്ക് നല്ല കണ്ടൻറ്റ് വേണം, ഒന്നിലധികം താരങ്ങൾ ഉണ്ടാവണം. ആൻഡ് പൃഥ്വിരാജ് ആഡ് ചെയ്തത്, എൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം. അവിടെ എൻ്റെ സിനിമകൾ മാത്രമാവരുത്, ഇന്നൊവേറ്റീവായ സിനിമകൾ ചെയ്യണം, നഷ്ടം വരുന്നതെന്നേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഈ സാധനം ശ്രദ്ധിക്കേണ്ടത്. ഇന്നൊവേറ്റീവായ സിനിമകൾ ചെയ്യണം, നല്ല സിനിമകൾ ചെയ്യണം, നഷ്ടം വരരുത്. അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പൃഥ്വിരാജ് ഇവിടെ ഒരു സിനിമാക്കാരൻ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹം നായകനാവുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നായകനായാൽ ആ സിനിമയ്ക്ക് ഇത്ര വാല്യൂ ഉണ്ടാവും. അതിനകത്തേക്ക് നമുക്ക് പുതിയ ടാലൻസ്, പുതിയ ടെക്നീഷ്യൻസിനെ, പുതിയ അഭിനേതാക്കളെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കുരുതി എന്ന് പറയുന്ന ഒരു സിനിമയിൽ സാഗറിനെയും നസ്ലിനെയും കൊണ്ടുവരുമ്പോൾ ആ സിനിമ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കി കണ്ടാൽ സിനിമ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നസ്ലൈനും സാഗറും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദിക്കും, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും വിജയിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കണമെന്നില്ലല്ലോ. സിനിമയുടെ ഒരു വലിയ റിസ്ക് അതല്ലേ. നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, അത് മാക്സിമം ടാലൻസിനെയും ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമയായിട്ട് പുറത്തേക്ക് ഇറക്കുന്നു. അത് പ്രേക്ഷകർ ചിലപ്പോൾ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ചിലപ്പോൾ ഇന്ന് സ്വീകരിക്കാത്തത് കുറേ കാലം കഴിയുമ്പോൾ ഗംഭീരമാണെന്ന് പറയാം. ചിലപ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നാളെ കുറച്ച് കഴിയുമ്പോൾ കച്ചറ പടമാണെന്നും പ്രേക്ഷകർ പറയും. ആ അൺപ്രഡിക്റ്റബിലിറ്റി അവിടെ ഉണ്ട്. അഭിനയത്തിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ 30കളിലും 40കളിലുമാണ് എൻ്റെ മറ്റ് ഡയമെൻഷൻസ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുള്ളൂ. എൻ്റെ അഭിനിവേശം അഭിനയത്തോടല്ല സിനിമയോടാണ് എന്നാണ് അയാൾ പറഞ്ഞത്. നമ്മൾ കണ്ടു തുടങ്ങിയ പൃഥ്വിരാജ് അഭിനേതാവായിരുന്നു. അയാൾ സിനിമകളിൽ പാട്ടുകൾ പാടി, പ്രൊഡ്യൂസ് ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഇനിയും എന്തൊക്കെ പ്ലാനിലുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരോടൊപ്പം, ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ച ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ സംവിധായകരോടൊപ്പം അയാൾ വർക്ക് ചെയ്യുന്നു. അയാളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്താണെന്നുള്ളത് ഇനി പുള്ളി തന്നെ പറയണമെന്നുള്ള അവസ്ഥയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ 3 ഭാഷകളിലെങ്കിലും അറിയപ്പെടുന്ന മുൻനിര മലയാളി നടനായിരിക്കണം. സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുന്ന, നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന, പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം. വളരെ വളരെ താല്പര്യം തോന്നുന്ന സിനിമാ പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന സംവിധായകനായിരിക്കണം. ഒരു നല്ല കുടുംബസ്ഥനായിരിക്കണം. എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനായിരിക്കണം. എൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസിന് ചീത്തപ്പേര് വരുത്താതെ ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കണം എന്ന് പൃഥ്വിരാജ് അന്ന് പറയുമ്പോൾ ഇന്ന് അയാൾ അതാണ് ജീവിക്കുന്നത്. പിന്നെ സുകുമാരനുമായി കമ്പയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ എങ്ങനെയും എനിക്കിപ്പോൾ പൃഥ്വിരാജിനെ താഴ്ത്തി കെട്ടി സംസാരിക്കണമെങ്കിൽ സുകുമാരൻ സാറൊക്കെ എന്തായിരുന്നു, പക്ഷേ പൃഥ്വിരാജ് കാണിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ താഴ്ത്തി കാണിക്കണോ? എൻ്റെ അച്ഛൻ നാരായണൻ, അയ്യോ നാരായണൻ സാറൊക്കെ സൂപ്പറായിരുന്നു, അങ്ങനെ പേര് ഇവൻ ചീത്തയാക്കിയില്ലേ? ഞാൻ എങ്ങനെ ചീത്തയാക്കി? ഒരു തെളിവും വേണ്ട, ഒരു കാര്യവും വേണ്ട. പുള്ളിയെ സൂപ്പറാക്കുക, പുള്ളിയുടെ പേര് ഞാൻ ചീത്തയാക്കി എന്ന് പറയാം എന്നതിനപ്പുറത്തേക്ക് ഫാക്റ്റുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ താഴ്ത്തി കെട്ടുന്ന ആളുണ്ട്. പക്ഷേ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചുമ്മാ പ്രെഡിക്റ്റ് ചെയ്യുകയോ ചുമ്മാ ആഗ്രഹങ്ങളാക്കി വെക്കുകയോ ചെയ്യല്ല. അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അയാൾ
സിനിമയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നോക്കി മനസ്സിലാക്കുന്ന, അതിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഈ OTT യുഗമൊക്കെ ഇത്രയും സ്ട്രോങ് ആവുന്നതിന് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം, അടുത്ത കുറച്ച് വർഷങ്ങൾ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. പലരും പലയിടങ്ങളിൽ റിലീസ് ചെയ്യും, തിയേറ്റർ, OTT, യൂട്യൂബ്. അപ്പോൾ തിയേറ്ററുകാരൊക്കെ പ്രശ്നമായിട്ട് വരും, ഞങ്ങളുടെ വ്യവസായം പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞ്. ഇത് നമ്മൾ ഏറ്റവും ശക്തമായിട്ട് കണ്ടത് ദൃശ്യം 2 അവർ OTTയിൽ റിലീസ് ചെയ്ത സമയത്താണ്. പൃഥ്വിരാജ് പറഞ്ഞ ഈ മുഴുവൻ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് ആൾക്കാർ പറയും, നിങ്ങൾ ഡിജിറ്റൽ വേറെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സാറ്റലൈറ്റ് വാങ്ങിക്കില്ല, അതായത് OTT പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സെല്ല് ചെയ്താൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് TV-ക്കാർ പറയും. അങ്ങനെ മൊത്തത്തിലൊരു പാനിക് വരും. കാരണം സാറ്റലൈറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന് വരുമാനം കിട്ടുന്ന കാര്യമാണ്. OTTക്ക് കൊടുത്താൽ സാറ്റലൈറ്റ് കിട്ടില്ലെങ്കിൽ, പക്ഷേ OTTക്ക് കൊടുത്താലും പൈസ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഏതിന് കൊടുക്കും, ഏതായിരിക്കും ലാഭം, നമുക്കിനി നഷ്ടം വരുമോ, ഇവരെല്ലാം ഇങ്ങനെ എല്ലാ കാലത്തും ഇടഞ്ഞു നിൽക്കും. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം, ലോക്ക്ഡൗൺ സമയത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു സ്ട്രക്ചർ സെറ്റിലാവും. അപ്പോൾ OTT പ്രീമിയർ വന്നു, തിയേറ്റർ റിലീസും സാറ്റലൈറ്റ് പ്രീമിയറിങ്ങും ഒക്കെ വരും. ഇതൊക്കെയും വന്നു. ഇനി ഈ OTT സ്ട്രീമിംഗ് സർവീസും സാറ്റലൈറ്റ് പാർട്ട്നേഴ്സും എല്ലാം കണ്ടൻറ്റ് കമ്മീഷൻ ചെയ്തു തുടങ്ങും. ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ഫിലിം ഡയറക്ട്ലി. അതും സംഭവിച്ചു കഴിഞ്ഞു. പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമ, അത് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അന്ന് ഞാൻ കേട്ടത്, ഇതൊന്നും ശരിയാവണമെന്നില്ല കേട്ടോ, 36 കോടിയോ അങ്ങനെ എന്തോ ആണ് ഹോട്ട്സ്റ്റാർ ആ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയത്. ഒരു സിനിമ 100 കോടി ക്ലബ്ബിലെത്തിയാൽ പോലും 30 കോടി കഷ്ടിയൊക്കെ വരുള്ളൂ. ആ സമയത്താണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഇത്രയും കോവിഡൊക്കെ വന്ന് സിനിമാ വ്യവസായം തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും പണം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ എത്ര സിനിമകൾ, എത്ര വെബ് സീരീസുകൾ വന്നു മലയാളത്തിൽ. ഇനി നിങ്ങളെല്ലാവരും പാനിക്കായിട്ട് ഇവിടെ ആരെ ബാൻ ചെയ്താലും എന്ത് നിയമം ഇറക്കിയാലും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പൃഥ്വിരാജ് പറഞ്ഞതാണ്. ഇനി ഇതൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും പൃഥ്വിരാജ് ഇലുമിനാറ്റിയുടെ ആളാണ്, അതിനെ കളിയാക്കി ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചും പൃഥ്വിരാജ് പറയുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ്. ഐ ഹവ് ഓൾവേസ് ബീൻ എ ബിഗ് ഡ്രീമർ. ഐ ഫോളോഡ് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കഴിവുള്ളവൻ ഞാനാണെന്നോ ഒന്നും നമുക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഹവർ ടാലൻറ്റഡ് യു ആർ, ദർ വിൽ ബി സംബഡി എൽസ് more talented than you. There is only one thing you can genuinely attempted to be, which is the most hardworking. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. then you leave it. rest up to destiny. ഞാൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അയാൾ നന്നായി പണിയെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അയാൾ ബോളിവുഡിൽ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിൽ പാട്ടൊക്കെ വന്നപ്പോൾ, മറ്റേ റാണി മുഖർജിയുടെ കൂടെയുള്ള പാട്ടും കാര്യങ്ങളും വന്നപ്പോൾ ഒക്കെ ഒരുപാട് ആളുകൾ കളിയാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ആ സിനിമ, അതിൻ്റെ സെറ്റ്, അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലുള്ള പാർട്ടികൾ, അയാൾക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഫിലിം ആക്ടേഴ്സ് ഉണ്ടാവും, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. ആ സമയത്ത് അവിടെ ചെന്ന് ചുമ്മാ പാർട്ടിക്ക് പോയിട്ട് തിരിച്ചു വരിക അല്ലല്ലോ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടാവുക. ആ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അയാളുടെ ഒരു സിനിമ വരുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇതൊക്കെ ഈ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് അക്ഷയ് കുമാറിനെ പരിചയപ്പെട്ടാൽ നാളെ അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ ഞാനൊരു മെസ്സേജ് അയക്കണം, അതിന് ഞാൻ എഫേർട്ട് ഇടണം, ആ സിനിമയെക്കുറിച്ച് അയാളുടെ ജേണിയെക്കുറിച്ച് ചോദിക്കണം, അയാളെ ഞാൻ ഹാപ്പിയാക്കി വെക്കണം. ഓട്ടോമാറ്റിക്കലി ഞാനൊരു നല്ല വർക്ക് ചെയ്യുമ്പോൾ അയാൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. സിനിമയ്ക്ക് മുകളിലുള്ള ചർച്ചകളുണ്ടാവും, പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും ഇയാൾ കൺസിസ്റ്റൻ്റ്ലി എത്രയോ വർഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ അയാൾ ഒരു സിനിമയുമായിട്ട് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവരവരുടെ വാതിലുകൾ തുറന്നിട്ട് അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. ആമസോൺ പ്രൈമുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഒരു സിനിമ അവരെടുക്കുകയാണ്, അപ്പം നിങ്ങൾ ഈ സിനിമ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണം, അങ്ങനെ ഒരു ടോക്ക് അവിടെ നടന്നിട്ടുണ്ടാവില്ലേ? ആ ഡിസ്കഷൻ അത് പൃഥ്വിരാജാണോ ഡീൽ ചെയ്തിട്ടുണ്ടാവുക? അന്ന് അയാൾ എന്തൊക്കെ പ്ലാനുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് മുന്നിൽ വെച്ചിട്ടുണ്ടാവും? അത് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് എങ്ങനെയായിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക? അയാളുടെ ഓരോ പേഴ്സണൽ റിലേഷൻഷിപ്പുകളെയും അയാളുടെ കരിയറിനും ബിസിനസ്സിനും ഒക്കെ ഇൻ എ പോസിറ്റീവ് വേ, ഇൻ എ വെരി വെരി പോസിറ്റീവ് വേ അയാൾ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷകളിലുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ വലിയ സ്ക്രീനുകളിൽ, അതായത് മാക്സിമം സ്ക്രീനുകളിൽ റിലീസാവുമ്പോൾ ഇവിടെ കുഞ്ഞു സിനിമകൾക്ക് സ്ക്രീൻ കിട്ടുന്നില്ല എന്നുള്ളത്. അതേ പൃഥ്വിരാജ് മറ്റ് സിനിമകൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇരട്ടത്താപ്പല്ലേ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ KGF-ൻ്റെയോ കാന്താരയുടെയോ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അയാളൊരു സിനിമയുമായി കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ തെലുങ്കാനയിലേക്കോ നോർത്ത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കോ പോയി കഴിഞ്ഞാലും
അയാൾക്ക് അവിടെ ഇത് സെല്ല് ചെയ്യാൻ പറ്റും. അത് അയാൾ ഉണ്ടാക്കിയ ബിസിനസ് മോഡലാണെന്നേ ഞാൻ പറയുള്ളൂ. അയാൾ ഈ സിനിമകളുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പുള്ള മലയാള സിനിമയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തട്ടിക്കൂട്ടി കൃത്യം ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന കുറേ പ്രൊജക്റ്റുകൾ, നല്ല സിനിമകൾ ഉണ്ടായിട്ടില്ല എന്നല്ല, തട്ടിക്കൂട്ടി ഒരേ പ്ലാനിൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന കുറേ സിനിമകൾ, തട്ടിക്കൂട്ടി സിനിമകൾ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇറക്കി കുറച്ച് ആളുകളുടെ പോക്കറ്റിലേക്ക് മാത്രം കാശ് പോകുന്ന കുറച്ച് താരങ്ങൾ മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ ചുരുങ്ങിയിരിക്കുകയായിരുന്നു. ഇതര ഭാഷാ സിനിമകൾ വരുമ്പോൾ നമുക്കിവിടെ പേടിയായിരുന്നു. നമ്മുടെ സിനിമകളുടെ ആകെയുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് പഴംപൊരി തളർന്നു കിടക്കുന്ന പോലെ ഈ ഒരു സംസ്ഥാനം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ആണ്, അല്ലെങ്കിൽ അതിനും പുറത്തേക്ക് ഒരു വലിയ മാർക്കറ്റാണ്. ആവേശം പോലെയുള്ള സിനിമകളൊക്കെ ഇവിടെ ഹിറ്റായത് അതിലൊരു വലിയ കാരണമാണ്. അതിൻ്റെയൊക്കെ തുടക്കമിട്ട് പോകുന്നത്, അതിൻ്റെയൊക്കെ മരുന്നിട്ടിട്ട് പോയതിൽ പൃഥ്വിരാജ് സുകുമാരനുള്ള പങ്കിനെ നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റില്ല. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജ് സുകുമാരൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ കേട്ടിട്ടുള്ള, അദ്ദേഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില അനാവശ്യ വിവാദങ്ങളുണ്ട്, ചില പബ്ലിസിറ്റി സ്റ്റണ്ടുകളുണ്ട്. അതിനും കൂടി മറുപടി പറയാം എന്നാണ് വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയും നൽകിയില്ല, വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കുകയാണ് എന്ന് പറയുന്ന ആരോപണമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മലയാള സിനിമയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ വിസിബിലിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ മലയാള സിനിമയും മറ്റ് ഫിലിം ഇൻഡസ്ട്രീസും നമ്മളിവിടെയൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റീമേക്ക് റൈറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മലയാള സിനിമയായി തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാക്കി തന്നതിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡ് എന്ന് പറയുന്നത് അത് വളർത്തി വലുതാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹം അവസരങ്ങൾ കൊടുത്തിട്ടുള്ള അഭിനേതാക്കളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവരൊക്കെ പിന്നീട് മലയാള സിനിമയിൽ വലിയ പേരുകാരായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ബാക്കിയുള്ളവരെ തളർത്താനും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചതിനപ്പുറത്തേക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ ചില കമ്പാരിസൺസ് വരുന്നുണ്ട്. അതായത് ഒരു നടൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതും അയാൾ നായകനായി അഭിനയിക്കാതെ പുതുമുഖങ്ങളെ നായകനും നായികയാക്കി വെച്ചുകൊണ്ട് സിനിമ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനൊരു നിയമം ഇവിടെയില്ല. മാത്രമല്ല, ഒരു സിനിമ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭമില്ലെങ്കിലും നഷ്ടം വരാതെ നോക്കുക എന്നുള്ളത് ആ പണം മുടക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. അത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ലീഡ് റോൾ ചെയ്യാം. കാരണം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാവുമ്പോൾ അയാളുടെ റെമ്യൂണറേഷൻ കഴിച്ച് അതിൻ്റെ ബഡ്ജറ്റ് വീണ്ടും കുറയും. കൂടാതെ അയാളുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സിനിമയുടെ സെല്ലിംഗ് നടക്കും. അങ്ങനൊരു സിനിമയിൽ, നഷ്ടം വരാത്ത സിനിമയിൽ നമുക്ക് പുതിയ അഭിനേതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൊടുക്കാം, ഒരു പരീക്ഷണാർത്ഥം, ആൻഡ് പുതിയ ടെക്നീഷ്യൻസിന് അവസരം കൊടുക്കാം. സിനിമ ആസറ്റ്സ് നമുക്കൊരു പരീക്ഷണ ചിത്രം എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ലിബർട്ടി ഉണ്ടാവും. അതുപയോഗിക്കുകയാണ് പൃഥ്വിരാജ് കൂടുതലും ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജ് നായകനെ അഭിനയിച്ച് നസ്ലീനും സാഗറിനും ഒക്കെ ചെറിയ റോളല്ലേ കൊടുത്തുള്ളൂ എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും നസ്ലീനും സാഗറിനും അവരന്നായിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്യാൻ പറ്റുന്ന വേഷങ്ങളാണ് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. പൃഥ്വിരാജാണ് അവരെ രണ്ടുപേരെയും ആ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടൊവിനോ അയാളുടെ അയാളുടെ ഈ ഒരു സിനിമാ രംഗത്തെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് പൃഥ്വിരാജിനോടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേറെയും അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. പിന്നെ അഭിനേതാക്കളെയും ടെക്നീഷ്യൻസിനെയും മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ആസച്ച് അതിൻ്റെ ബിസിനസ് സാധ്യതകൾ വളർത്തിയതിലും പൃഥ്വിരാജിൻ്റെ പങ്ക് അത് അവിടെ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഡയലോഗ് അടിക്കാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, ലാലേട്ടനോടും മമ്മൂക്കയോടും ഒക്കെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വേഷം ചെയ്യണം എന്ന് പറഞ്ഞ പൃഥ്വിരാജ് 43-ാം വയസ്സിൽ മീനയുടെ മകനായി അഭിനയിച്ചു, അല്ലെങ്കിൽ മീനയെ അമ്മയായി അഭിനയിപ്പിച്ചു, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയിലെന്ന് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ഒരു വിമർശനം. അതിൽ ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഫോൾസ് ആണ്. ലാലേട്ടനും മമ്മൂക്കയും പ്രായമായ വേഷങ്ങൾ ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. അവരൊരു പെർട്ടിക്കുലർ ഏജിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിൽ സ്റ്റാർഡം കാരണം സ്റ്റക്കായി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവർ എക്സ്പ്ലോർ ചെയ്യണം, അവരുടെ ടാലൻറ്റിനെ അവർ യൂട്ടിലൈസ് ചെയ്യണം, പുതിയ താരങ്ങൾ വളർന്നു വരേണ്ട ഒരു ആവശ്യകത. ഇത്രയുമാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത്. ഇനി മീനയും പൃഥ്വിരാജും തമ്മിലുള്ള പ്രായ വ്യത്യാസം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പൃഥ്വിരാജിന് 43-ഉം മീനയ്ക്ക് 49-ഉമാണ്. അതായത് ഒരു 6 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് പറഞ്ഞ് വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി, മലയാളം എന്നല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ, നായികയായി വന്ന ആളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ അമ്മ വേഷങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി മാറും. ചില ആൾക്കാർ ആദ്യമായി ഒരു അമ്മ വേഷം ചെയ്യുന്നത് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവർ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകും. സത്യം മാഷിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പല ആളുകൾക്കും സത്യം മാഷിൻ്റെ അത്രയും പോലും പ്രായമില്ലായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മീന നമ്മൾ കാണുമ്പോൾ ലാലേട്ടൻ്റെ നായികയായിട്ട്, വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ നായികയായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള അഭിനേത്രി
അഭിനേത്രിയാണ്. അവർക്കിടയിലുള്ള പ്രായ വ്യത്യാസം നോക്കുമ്പോഴും ഈ പ്രായത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കൺവിൻസ്ഡ് ആണ് ആസ് എ പെയർ അവർ സ്ക്രീനിലേക്ക് വരുമ്പോൾ. മീനയുടെ അടുത്ത് പൃഥ്വിരാജിൻ്റെ അമ്മയെ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് അവർ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ ലാലേട്ടൻ്റെ പെയറായിട്ടാണ് മീന അഭിനയിക്കുന്നത്. അവർ തന്നെ ഇൻ്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന കൺഫ്യൂഷൻ നിൽക്കുമ്പോഴും ലാലേട്ടൻ്റെ പെയറാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ അമ്മയായി എന്നൊക്കെ പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ആർക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൺവിൻസ്ഡ് ആയതെന്ന് പറയുന്നുണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നത് മേക്ക് ബിലീഫ് അല്ലേ മോനെ. ലാലേട്ടൻ തന്നെയാണ് അതിൽ പൃഥ്വിരാജിൻ്റെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ളത്. അവരിരുവരും ആസ് എ പെയർ വളരെ ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരായി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ, ഇന്നും ചെറുപ്പം വിട്ട് മാറിയിട്ടില്ലാത്ത ആളുകൾ എന്നുള്ളൊരു ആംഗിളിൽ നിൽക്കുമ്പോൾ ആ പ്രായ വ്യത്യാസത്തിൻ്റെ കാര്യം, പിന്നെ പൃഥ്വിരാജ് ഇതൊരു പാറ്റേൺ ആയിട്ട് തുടരുകയല്ലോ. എപ്പോഴും തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെയൊക്കെ നായികമാരാക്കി, തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ആക്കി നിർത്തി, അങ്ങനെ ആ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിമർശനത്തിനൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പൃഥ്വിരാജ് മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്, അത് തന്നെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചിട്ട് അയാൾ ഇന്ന് ചെയ്ത 1-2 കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ക്യാൻസൽ ചെയ്ത് ഇയാൾ ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇയാൾ മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ബ്രോഡാഡിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മീനയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മീന ഇപ്പോഴും ലാലേട്ടൻ്റെ പെയറായിട്ടാണ് അഭിനയിക്കുന്നത്. അതായത് വർണ്ണപ്പകിട്ടിൽ നമ്മൾ കണ്ട ആ കോംബോ ഇപ്പോഴും നായികമാരാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പൃഥ്വിരാജ് ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്തെ ഒരു പാറ്റേൺ ആയിരുന്നെങ്കിൽ മീനയെ ലാലേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിപ്പിക്കേണ്ട സമയമായി. ലാലേട്ടൻ ഒരു കോളേജ് ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്തുന്നു, ലാലേട്ടൻ്റെ അമ്മയായിട്ട് മുടിയിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് മീന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നിരുന്നിടത്തുനിന്ന് നമ്മൾ ഇത്രയെങ്കിലും മാറിയല്ലോ. മലയാള സിനിമയ്ക്ക് സംഭാവന നൽകണമെങ്കിൽ ആർക്കും അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിനെ നായകനായി അഭിനയിപ്പിക്കണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്ന് അത് അത്രയും കൺവിൻസിങ് ആയി തോന്നി, അതിൻ്റെ മാർക്കറ്റിംഗ് പ്രോസസ്സ് പരിപാടികളൊക്കെ നടക്കും, അതിൽ നഷ്ടം വരില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ചെയ്തേക്കാം. പക്ഷേ അത് ചെയ്യുന്നത് വരെ നിങ്ങൾ ഇതുവരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് പറയുന്നത്, അങ്ങനെ പറയേണ്ടവർക്ക് പറയാം. പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ അയാളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 സിനിമകളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് റിലീസായിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ലൂസിഫർ, അത് റിലീസായ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വമ്പൻ സ്വീകാര്യതയുണ്ട്. പക്ഷേ ആ സ്വീകാര്യതയുടെ എത്രയോ ഇരട്ടി ഹെയ്റ്റാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് എമ്പുരാൻ റിലീസായതിനു ശേഷം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം നോട്ടപ്പുള്ളി ആവുക എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ സിനിമയുടെ പേരിൽ മാത്രമല്ല പൃഥ്വിരാജ് ആക്രമിക്കപ്പെടുന്നത്, അല്ലാതെയും പല കാര്യങ്ങൾക്കും അയാൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഈ എമ്പുരാൻ്റെ റിലീസിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങളാണ്. അയാളുടെ അഭിനയത്തെക്കുറിച്ചും പലതരം വിമർശനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ഒരു വൻ ബഡ്ജറ്റ് പടമൊക്കെ വരുമ്പോൾ അതിനെ ഹെഡ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ തന്നെയാണ് പൃഥ്വിരാജ്. പക്ഷേ അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഹ്യൂമർ ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അഭിനയം കുറച്ച് ഡ്രമാറ്റിക് ആവുന്നുണ്ടോ, ഒരു നാടകീയത കൂടി വരുന്നുണ്ടോ എന്ന് പറയുന്നത് പോലത്തെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ ആ വിമർശനങ്ങളിൽ പൃഥ്വിരാജ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്കുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഊന്നി പറയാറുള്ളതുമാണ്. ആ വിമർശനങ്ങളിൽ കൊള്ളേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയുകയും ആ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹത്തിലെ അഭിനേതാവിനെ, അദ്ദേഹത്തിലെ ബിസിനസ്മാനെ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ കാത്തിരിക്കുന്നത്. അത് സംഭവിക്കട്ടെ. ആൻഡ് പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അദ്ദേഹം കാണിച്ചൊരു നിശ്ചയദാർഢ്യമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഇതിങ്ങനെയാണ് ഡീൽ ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ തീരുമാനമെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അതിന് മുന്നിൽ നിൽക്കാൻ അയാൾ കാണിച്ചിട്ടുള്ള ആ ചങ്കൂറ്റം. ആൻഡ് ഒരു തൊഴിലിടം എന്ന രീതിയിൽ സിനിമ സെറ്റിലുണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ച് അയാൾക്കുണ്ടായിരുന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. താൻ ഭാഗമായിട്ടുള്ള സിനിമകളിൽ, ഇപ്പോൾ ചോക്ലേറ്റ് പോലെയുള്ള സിനിമകളിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറഞ്ഞിട്ടുള്ള അതേ പൃഥ്വിരാജാണ് അത്തരം ഡയലോഗുകൾ ഞാനിനി പറയില്ല. കടുവ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് അത് ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പബ്ലിക്കായി ഒരു പ്രസ് മീറ്റ് നടത്തി ക്ഷമാപണം നടത്തിയിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അങ്ങനെ തിരുത്താൻ മനസ്സുള്ള, വിമർശനങ്ങളിൽ എടുക്കാൻ അറിയുന്ന ഒരു അഭിനേതാവെന്ന നിലയ്ക്ക്, ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കൂടുതൽ ശക്തമായി അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായി തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അഭിനയമല്ല സിനിമയോടാണ് എനിക്ക് അഭിനിവേശം എന്ന്. അപ്പോൾ അഭിനയത്തിലെ അദ്ദേഹത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് നമ്മളിൽ പലർക്കുമുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹവും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആസ് എ ഫിലിം മേക്കർ, ആസ് എ
പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിനിമയെ വളർത്തുന്ന ഒരു അംബാസഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇനിയും വളരെ ശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു മകൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, നമ്മുടെ സമൂഹം അറിയുന്ന ഒരു വ്യക്തി, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. നമുക്കൊക്കെ മാതൃകയാവുന്ന തിരുത്തലുകളും നിലപാടുകളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ പൃഥ്വിരാജിനായിട്ടൊരു സ്പേസ് ഉണ്ട്. പൃഥ്വിരാജിന് മാത്രം ഫില്ല് ചെയ്യാൻ പറ്റുന്ന, പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്ത ഒരു സ്പേസ് അവിടെ അയാൾ തുടരും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുടെ രാജുവേട്ടനായിട്ട്, രാജുവായിട്ട്, പൃഥ്വിരാജായിട്ട്, പൃഥ്വിരാജ് സുകുമാരനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.